ഇടവകയിലെ യുവജനങ്ങളെ സംഘടിപ്പിക്കാൻ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പല ആൾക്കാരും ഇപ്പോൾ ഇല്ല. എൻ്റെ കൂടെ ഉണ്ടായ പഠിച്ച ആൾക്കാരും അവരാരിപ്പോൾ ഇവിടെ നിലവിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ല. കാരണം നമ്മൾ ഒന്നാമത് തൊഴിലവസരങ്ങളിലെ വലിയൊരു കുറവ് നമ്മുടെ നാട്ടിലുണ്ട്. സാമൂഹ്യമായ കാര്യങ്ങളിൽ അവർ നിലപാടുകൾ എടുക്കുകയും പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും അവരെ പ്രതിഷേധം അറിയിക്കുകയും അതേസമയം സഭയുടെ നിലപാട് അറിയിക്കാനുള്ള സംഘടന കൂടിയാണ് KCYM എന്ന് പറയുന്നത്. പക്ഷേ മിക്ക ഇടവേളിലും 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ കുട്ടികൾ കാറ്റിസം പഠിക്കുന്നു. ഈ 12ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കുട്ടികളാരും പള്ളിയിലേക്ക് കിട്ടാത്തൊരവസ്ഥ. യുവജനങ്ങൾ വരുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയം. കാരണം ഇന്ന് ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നൊരു മേഖലയാണ്. അതായത് മുഴുവൻ കുർബാന പങ്കെടുക്കാതെ കുർബാന സ്വീകരിക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ വരും തലമുറയുടെ ഒരു നിലനിൽപ്പും നമ്മുടെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെയൊക്കെ അടിത്തറ ഇളകുന്നില്ലെന്ന് സംശയമില്ലേ? അവിടെ നമുക്ക് ലവ് ജിഹാദ്, ഇൻ്റർ റിലീജിയസ് മാരേജ് ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ നടക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്താണ് നമ്മുടെ സമൂഹം എവിടെയോ എല്ലാത്ത രീതിയിൽ എത്തിത്തുടങ്ങിയെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയൊക്കെ വന്നത് തന്നെ. നമസ്കാരം. കത്തോലിക്ക സഭയുടെ നെടുന്തൂണ് സഭയുടെ യുവജനങ്ങളാണ്. കത്തോലിക്ക സഭയുടെ ഭാവി യുവജനങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ സഭയിൽ യുവജനങ്ങളുടെ ശബ്ദത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് രൂപതയിലെ യുവജന നേതാക്കളാണ്. നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് അവരെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. താങ്ക് യു. കോഴിക്കോട് രൂപതയുടെ ആനിമേറ്ററായ സിസ്റ്റർ മേബിളും ഒപ്പം യുവജന നേതാക്കളും നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ആനിമേറ്ററായ സിസ്റ്ററെ ഒന്ന് പരിചയപ്പെടാം. സിസ്റ്റർ പേര്? ഞാൻ സിസ്റ്റർ മേബിൾ ആൻ്റണി, ബെഥനി സന്യാസ സഭയിലെ അംഗമാണ്. ഞാനിപ്പോഴും സ്കൂളിൽ അധ്യാപികയാണ്. സെൻറ്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെസ്റ്റിലെ ഹൈസ്കൂൾ മലയാളം അധ്യാപികയാണ്. ഞാൻ കോഴിക്കോട് മേഖലയുടെയും കോഴിക്കോട് രൂപതയുടെയും CLC ആനിമേറ്ററാണ്. എത്ര വർഷമായി ആനിമേറ്ററായിട്ട്? രണ്ടും കൂടി ഇതിൻ്റെ 2 വർഷം കംപ്ലീറ്റ് ചെയ്തു. 2 ആനിമേറ്ററോട് ഇതും കൊണ്ട് 2 വർഷങ്ങൾ. അതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ യുവജനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആനിമേറ്റർ സ്ഥാനം ഏറ്റെടുത്തിട്ട് ഇപ്പോഴാണ്. ഈ ഒരു അവസരത്തിന് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും അടുത്ത ആളിലേക്ക്. എൻ്റെ പേര് നേഹ സെബാസ്റ്റ്യൻ. ഞാനിപ്പോൾ PG സ്റ്റുഡൻ്റാണ്. കോയമ്പത്തൂർ പഠിക്കുന്നു. ഞാൻ CLC മെമ്പറാണ്, വർക്ക് ചെയ്യാണ്. എത്ര നാളായിട്ട് CLCയിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഞാൻ +2 കഴിഞ്ഞപ്പോൾ മുതൽ CLCയിൽ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അതുവരെ ജൂനിയർ CLCയിൽ മെമ്പറായിരുന്നു. ഒപ്പം ചെറിയ ക്ലാസ്സുകളിൽ തിരുവാതിര സഖ്യം പോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് CLCയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എവിടെ നിന്നായിരുന്നു? ഞങ്ങളിപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സംഘടനയാണിത്. അപ്പം അതിൽ മുതിർന്നവർ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടും അവരുടെ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ പ്രചോദിതരായിട്ടാണ് ഇതിലേക്ക് വന്നത്. ഞാൻ സാൻഡ്ര. ഞാൻ പ്രസൻറ്റേഷൻ സ്കൂളിലെ ടീച്ചറാണ്. CLCയിൽ രൂപത സെക്രട്ടറിയും കോഴിക്കോട് മേഖല വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. എത്ര നാളായിട്ട്? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ മുതൽ CLC കഴിഞ്ഞപ്പോൾ യുവജന ആക്റ്റീവായിട്ട് അതെ ചേരുന്നു. ഇപ്പോഴും ജോലി ഉണ്ടായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തെങ്കിലും പ്രത്യേക പ്രചോദനം അത് 10ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ കയറിയതാണോ? അല്ല, ഞങ്ങൾ ഇടവകയിൽ തന്നെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് കണ്ട് അത് പ്രചോദനമായി ഇങ്ങനെ ആക്റ്റീവായിട്ട് പോകും. അതെ, ഓക്കെ. അങ്ങനെ ഇപ്പോൾ ആക്റ്റീവായിട്ട് അല്ലേ അങ്ങോട്ട് ചേർത്ത് പോകും. ഓക്കെ. ഞാൻ ബിനോയ് ജോസി, പ്രൊഫഷണൽ ടീച്ചിങ് ആണ്. ഇപ്പോൾ കോഴിക്കോട് രൂപതയുടെ CLC ജോയിൻറ്റ് സെക്രട്ടറിയാണ്. കോഴിക്കോട് മേഖലയുടെ CLC സെക്രട്ടറിയാണ്. ടീച്ചിങ് ആണ്. ഓക്കെ, ടീച്ചിങ് ആണ്. ഓക്കെ. CLCയിലേക്ക് വരാനുണ്ടായൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 8th 9th സ്റ്റാൻഡേർഡ് തൊട്ട് പള്ളിയിൽ ജൂനിയർ CLCയുടെ ഭാഗമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പള്ളിയിലുള്ള സീനിയേഴ്സായിട്ടുള്ള CLCക്കാർ എന്തൊരു പരിപാടി എടുത്താലും നമ്മളെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളാദ്യം വിചാരിക്കുക അവിടെ പോയി ഓരെന്താ ചെയ്യുന്നതെന്ന് കാണുക, വെറുതെ ഇരിക്കുക എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ പോണത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് അവസരങ്ങൾ തന്നു. കണ്ടുപഠിക്കാനപ്പുറത്തേക്ക് നിങ്ങളിത് ചെയ്ത് പഠിക്കുക, ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു അവസരം അവർ നമുക്ക് തന്നപ്പോൾ നമ്മളത് ചെയ്തു നോക്കി. നമസ്കാരം. എൻ്റെ ഒരു ക്ലാരൻസ് ജോസഫ് എന്നാണ്. ഞാൻ കോഴിക്കോട് രൂപതയിലെ ഹോളി റെഡിമർ ചർച്ച് ഇടവാങ്കാണ്. ഞാനിപ്പോൾ കൊടക് മഹീന്ദ്ര ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രൈവറ്റ് ബാങ്കാണ്. ഞാൻ CLC എന്ന സംഘടനയിലാണ് ഞാൻ യുവജന സംഘടനയിലേക്ക് വരുന്നത് തന്നെ.
ഇപ്പോൾ ഏകദേശം ഒരു 14 വർഷത്തോളം ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ചെറുപ്പം മുതലേ നമ്മൾ പ്രവർത്തനങ്ങളിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമ്മൾ കാണിച്ചു തന്നിരിക്കുന്ന ഇത്തരം നമ്മുടെ ഇപ്പോൾ ഞാൻ CLC ഭാഗമാണ്, അതുപോലെ തന്നെ യുവജന സംഘടന സമിതിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം, നമ്മുടെ ആശയങ്ങളും നമ്മുടെ ആശയങ്ങളും നമുക്ക് പറയാനുള്ള കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരോട് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു ചാനലായിട്ടാണ്, ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ ഈ സംഘടനയെ കാണുന്നത്. അപ്പോൾ അതിലൂടെ വളർന്നു വന്നൊരു വ്യക്തി എന്ന നിലയിൽ നല്ലതും അതുപോലെ തന്നെ നമുക്ക് ദൂഷ്യമായ കാര്യങ്ങളും നമുക്കിതിലൂടെ അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ചെയ്യാനും നമുക്ക് അതിനോട് പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ 16 വർഷമായിട്ട് യുവജന സംഘടനയിലുണ്ടല്ലോ, അതെ, മടുത്തില്ലേ? മടുപ്പ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയോ അങ്ങനെ ഒരു രാഷ്ട്രീയ സമൂഹമോ അങ്ങനത്തെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സംഘടന കാര്യങ്ങളല്ല. ഞാനിപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത് CLC എന്ന സംഘടനയാണ്. നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് എന്നാണ്. അപ്പം നേരത്തെ ബിനോയ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രാർത്ഥന മാത്രമല്ല പ്രവർത്തനം കൂടിയുണ്ട്. ഈ പ്രവർത്തനം പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ ആശയങ്ങളും നമ്മുടേതായ കഴിവുകളും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദി കൂടിയാണ് CLC അല്ലെങ്കിൽ ഏത് യുവജന സംഘടനയായാലും. അപ്പോൾ അതുകൊണ്ട് ഒരു മടുപ്പ് എന്ന രീതിയിൽ ഒരിക്കലും ഇതിനെ കണക്കാക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടുമില്ല. എന്നും ഓരോ ദിവസം കൂടുന്തോറും പ്രായം കൂടുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് അതിനോടുള്ള താല്പര്യം കൂടുന്നുണ്ട്. അപ്പോൾ അതിലൊരു മടുപ്പ് ഒരിക്കലും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഗുഡ്. എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ അല്ലേ, പഠിക്കുന്നവരുണ്ട്, കൂടുതലും ജോലി ചെയ്യുന്നവരുണ്ട്, ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് യുവജന പ്രസ്ഥാനത്തിൽ വളരെ സന്തോഷത്തോടെ കൂടി മുന്നോട്ട് പോകുന്നവരാണ്. സിസ്റ്ററെ, നമ്മൾ ഈ രൂപതയിൽ ഇപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് കഴിഞ്ഞു. നമ്മൾ രൂപതയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, ഇവിടുത്തെ രൂപതയിലെ യുവജനങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ പറ്റും? കോഴിക്കോട് രൂപതയെ സംബന്ധിച്ച് പ്രധാനമായും 3 മേഖലകളുണ്ട് യുവജനങ്ങൾക്ക് സംഘടിക്കാനും അവർക്ക് പ്രവർത്തിക്കാനും. ഒന്നാമത്തെ KCYM, കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ്. അത് വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ രൂപതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കോട് ജില്ല മാത്രമല്ല, വയനാട്, മലപ്പുറം ഈ 2 ജില്ലകൾ കൂടി ചേർന്നതാണ് നമ്മുടെ കോഴിക്കോട് രൂപ. അപ്പോൾ നമുക്ക് 3 മേഖലകളുണ്ട്. വളരെ വലിയ വിസ്തൃതമായ ഒരു ഭൂപ്രദേശമാണ് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് മേഖലയ്ക്കുള്ളത്. ഇപ്പോൾ കോഴിക്കോട് മേഖല എന്ന് പറയുന്നത് തന്നെ നമുക്ക് കണ്ണൂർ മുതൽ പാലക്കാട് അങ്ങ് വരെ പോകുമ്പോഴും അത് കഴിഞ്ഞ് മലപ്പുറമുണ്ട്, ഇങ്ങോട്ട് മലയോര പ്രദേശമായ വയനാടുണ്ട്. ഈ 3 മേഖലകളും നമ്മുടെ സന്യസ്തരും വൈദികരും യുവജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി ഒത്തിരിയേറെ ശ്രമിക്കുന്നുണ്ട്, അതിനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പം എന്നെപ്പോലെ ജോലിയോടൊപ്പം പ്രവർത്തിക്കുന്നവർ കൂടാതെ യുവജന സംഘടനകൾക്ക് അവരുടെ കാര്യങ്ങളിൽ ഇടവകകളിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മളൊക്കെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതെങ്കിലും ഞാൻ എൻ്റെ ഇടവകയിലെ ആനിമേറ്ററും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇടവകയിലെ യുവജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്നാണല്ലോ ഈ മേഖലയും രൂപതയും വരിക. അങ്ങനെ 3 മേഖലകളുണ്ട്. ഒന്ന് KCYM, രണ്ടാമത്തെ നമുക്കുള്ളത് CLC. അത് എനിക്കത് മിക്കവാറും കോഴിക്കോട്, കണ്ണൂർ മേഖലകളിൽ മാത്രം, രൂപതകളിൽ മാത്രം കാണുന്ന പ്രത്യേകതയായിരിക്കും. കൂടുതൽ CLC ആക്റ്റീവായി കാണുക. അത് ഈശോസഭ അച്ഛന്മാരുടെ ഒരു പ്രയത്നം കൂടിയാണ്. പിന്നെയുള്ള ജീസസ് യൂത്ത് അത് പൂർണ്ണമായും പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു പൂർണ്ണമായ വിശ്വാസത്തിൻ്റെ ഒരു സംസ്കാരം, അത് വിശ്വാസം നഷ്ടപ്പെടാതെ ആളിക്കത്തിക്കുക, അഗ്നി ജ്വലിപ്പിക്കുക, ആ ഒരു ആവശ്യത്തോടെ ജീസസ് യൂത്ത് വളരെ സജീവമായി നമ്മുടെ ജീവനച്ഛനാണ് ഡയറക്ടർ. ആ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ക്യാമ്പുകളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ആ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത് CLCക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പക്ഷേ അതോടൊപ്പം ഡയറക്ടറുണ്ട് ഞങ്ങൾക്ക്. ടോണിയച്ചനാണ് ഞങ്ങളുടെ രൂപ ഡയറക്ടർ, മേഖലാ ഡയറക്ടറുണ്ട്, എല്ലാ റീജിയൻസിലും ഉണ്ട്. പക്ഷേ ഇവർ എല്ലാം 3 പേരെയും ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ കോഴിക്കോട് രൂപതയെ കണ്ടിരുന്നതാണ് യുവജന സമിതി എന്ന ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഡിഫറെൻറ്റ് സംഘടനകളാണ്, ആനിമേറ്റേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. ഞങ്ങളിവിടെ വന്നത് തന്നെ യുവജന സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ്, അല്ല CLCയുടെ പേരിലല്ല. യുവജന സമിതിയുടെ ആനിമേറ്റർ സിസ്റ്റർ വിൻസിയും അതേസമയം ഡയറക്ടർ ഫാദർ ടോണി ഗ്രിഷ്യസ്. അപ്പോൾ ഇവർ രൂപയുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കാനും രൂപയുടെ എല്ലാ പൊതുവായ പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാ സംഘടനകളെയും അങ്ങനെ സംഘടന വേർതിരിക്കുന്നില്ല, എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നു. ഇടവകകൾ നമ്മൾ യുവജനങ്ങൾ വിളിക്കുക, അവിടെ നമ്മൾ KCYMകാരെ അങ്ങനെയൊന്നുമല്ല, എല്ലാവരെയും വിളിക്കുന്നു, എല്ലാ നേതൃത്വത്തെയും വിളിക്കുന്നു, അവർക്ക് വേണ്ടി പരിശീലനം നൽകുന്നു.
അങ്ങനെ നമ്മൾ ഒത്തിരി കൂട്ടായ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, സാമൂഹ്യപരമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. CLC പഠനം പ്രാർത്ഥന മാത്രമല്ല, പഠനം പ്രവർത്തനം പ്രാർത്ഥന ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ KCIM കൂടുതലായും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സംഘടനയാണ്. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. കൂടുതലായി വളരെ ആക്റ്റീവായിട്ട് സാമൂഹ്യമായ കാര്യങ്ങളിൽ അവർ നിലപാടുകൾ എടുക്കുകയും പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും അവരെ പ്രതിഷേധം അറിയിക്കുകയും അതേസമയം സഭയുടെ നിലപാട് അറിയിക്കാനുള്ള സംഘടന കൂടിയാണ് KCYM എന്ന് പറയുന്നത്. കത്തോലിക്ക സഭയുടെ മുഖമുദ്ര KCYM എന്ന് അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം CLCക്കുള്ളതെന്ന് CLC യുവജനങ്ങൾ നിഷ്ക്രിയരല്ല. അവർ പഠനവും പ്രാർത്ഥനയോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഈ ജീസസ് യൂത്ത് നേരിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിലും അവരെ പ്രാർത്ഥനയും അവരെ വിശ്വാസത്തിൻ്റെ കെടാത്ത തിരുനാളം കൊണ്ട് 2 സംഘടനകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യുവജന സമിതിയുടെ ഒരു പ്രാധാന്യം നമ്മൾ കണ്ടതും അത് നമ്മൾ ചെയ്യുന്നത്. ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ കൂടെയുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ സഭയുടെ യുവജന ഒരു സംവിധാനം എന്ന് പറയുന്നത് യുവജന സമിതി വളരെ സമ്പന്നമാണ് അല്ലേ. ഇപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രാർത്ഥനയും പ്രവർത്തനവും പഠനവുമായിട്ട് CLC മുന്നോട്ട് നിൽക്കുമ്പോൾ സാമൂഹികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സഭയുടെ ഒരു ശബ്ദമായിട്ട് തന്നെ KCY മാറുന്നു. ഇവർക്കൊക്കെ പ്രാർത്ഥനയിലൂടെ മാത്രം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒരു എന്താ പറയുക, പ്രയറാണ് ഏറ്റവും വലിയ ശക്തി. നമ്മളിപ്പോൾ എന്ത് പ്രതിഷേധമെങ്കിലും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി. ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ പവർ. ആ ഒരു പവറായിട്ട് നമ്മൾ നല്ലൊരു ജീസസ് യൂത്ത് സംഘടന നമുക്ക് പിന്നിൽ നിൽക്കുന്നു. വളരെ സമ്പന്നമാണ് അല്ല യുവജന പ്രസ്ഥാനം. ഇങ്ങനെ മറ്റുള്ളൊരു കേൾക്കുമ്പോൾ ഇത്രത്തോളം രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു 3 ഘട്ടത്തിലുള്ളൊരു സംഘടന സഭയ്ക്കുണ്ടെന്ന് പറയുന്നത് വളരെ ആശ്ചര്യമാണ്. ഈ ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ എത്ര പേരൊക്കെയാണ് നിങ്ങൾക്ക് പങ്കാളിത്തം വരാം യുവജനങ്ങൾ? എൻ്റെ ഇടവകയിൽ പണ്ട്, അതായത് കുറച്ച് വർഷങ്ങൾ, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മുതിർന്ന CLC അംഗങ്ങളുണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ യൂണിറ്റിൽ KCM ഉണ്ട്, പക്ഷേ അവരിലും മെമ്പേഴ്സ് ഇപ്പോൾ കുറച്ച് കുറവാണ്. പക്ഷേ ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. എന്നാലും CLC KCM അല്ല പ്രവർത്തിക്കാനായിട്ട് വരൽ കുറവാണ്. അതായത് ഒരു ഇടവകയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചിലപ്പോൾ മൊത്തത്തിൽ ഇടവകയിൽ കണക്കെടുത്ത് ഒരു 100-200 യുവജനങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരു KCMൻ്റെ അല്ലെങ്കിൽ CLCയുടെ GCU മീറ്റിംഗ് വിളിച്ചാൽ വരുന്നത് ചിലപ്പോൾ ഒരു 10, 5, 10 ഒക്കെ ആയിരിക്കാം. ബാക്കി 90 പേരും ബാക്കോട് നിൽക്കുക, മാറി നിൽക്കുന്നു. ഈ ഒരു അവസ്ഥ ഉണ്ടോ ഇവിടെയൊക്കെ? ഉണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു എല്ലാ ഇടവകയിലും ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. കാരണം ഇപ്പോഴൊക്കെ നമ്മുടെ പിള്ളേരെ കിട്ടാനൊന്നുമില്ല. അതേപോലെ എൻ്റെ പ്രായത്തിൽ, ഇപ്പോൾ ഞാനിപ്പം എനിക്കിപ്പോൾ 28 വയസ്സായി. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ തന്നെ പല ആൾക്കാരും ഇപ്പോൾ ഇല്ല. എൻ്റെ കൂടെ ഉണ്ടായ പഠിച്ച ആൾക്കാരും അവരാരും ഇപ്പോൾ ഇവിടെ നിലവിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ല. കാരണം നമ്മൾ ഒന്നാമത് തൊഴിലവസരങ്ങളിലെ വലിയൊരു കുറവ് നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇടവകയിൽ 55 കുടുംബങ്ങളാണുള്ളത്. അപ്പം ഞങ്ങൾക്ക് എന്തും യുവജനങ്ങൾക്ക് എന്തെങ്കിലും 55 കുടുംബങ്ങളുള്ളൂ. അപ്പം ഞങ്ങൾ യുവജനങ്ങൾ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം യുവജനം കിട്ടാത്ത അവസ്ഥയൊന്നുമില്ല. നമ്മൾ ആ ഒരു കോർഡിനേഷൻ വെച്ചിട്ട് നമ്മളൊന്ന് വിളിച്ചാൽ വരാവുന്ന യുവജനങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ തന്നെയുണ്ട്. ഇപ്പോൾ ദൂരം ഒരു പ്രശ്നമല്ല, പള്ളിയിൽ അടുത്ത് തന്നെയാണ് എല്ലാവരുടെയും വീടുകളുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. നേഹ, എൻ്റെ ഒരു കുട്ടിക്കാലത്ത് വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണിത്. അപ്പം പിന്നീട് ആ സമയത്ത് പല പരിപാടികളും യൂത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അത്രയും പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നീട് ഈ കോവിഡ് കാലഘട്ടം വന്നപ്പം അത് പലതും നിന്ന് പോയിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴാണ് ഞങ്ങളൊക്കെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് ഇത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ രൂപതാ തലത്തിലും ഇടവക തലത്തിലും പല ക്യാമ്പുകളും റെസിഡൻഷ്യലായിട്ടും അല്ലാതെയും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു പരിപാടിയാണ് UCAT. അതിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. സോ ആ പരിപാടി ഞങ്ങൾ ഇടവകയിൽ എല്ലാ യൂത്തിനും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ഇടവകയിലേക്ക് വന്ന് ബാക്കിയുള്ള യൂത്തിന് വേണ്ടിയിട്ട് അത് ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിലൂടെ അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു വിഷയം ഞാൻ പറയുമ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ ഈ മിക്ക ഇടവകളിലും, ഇപ്പോൾ നിങ്ങൾക്കത് പറയാം ഈ രൂപതയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ മിക്ക ഇടവകളിലും 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ കുട്ടികൾ കാറ്റിസം പഠിക്കുന്നു. ഈ 12ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കുട്ടികളാരും പള്ളിയിലേക്ക് കിട്ടാത്തൊരവസ്ഥ നിലവിലുണ്ട്. 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ പോകുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ ബിനോയ്? പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ കാറ്റിസം ക്ലാസ്സുകൾ നോക്കിയാൽ, ഞാനൊരു കാറ്റിസം അധ്യാപകം കൂടിയാണ്, എനിക്കിത് പറയാൻ പറ്റും. നമ്മുടെ ചെറിയ ക്ലാസ്സുകളൊക്കെ വളരെ ആക്റ്റീവാണ്. നഴ്സറി മുതൽ ഒരു 8-9 സ്റ്റാൻഡേർഡ് വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ കാറ്റിസം കഴിഞ്ഞ് നമ്മളെത്തുന്നതിന് മുമ്പേ അവിടെ എത്തും, വെയിറ്റ് ചെയ്യും. നമ്മളെ വെയിറ്റ് ചെയ്യും, ടീച്ചേഴ്സിനെ വെയിറ്റ് ചെയ്യും കുട്ടികൾ.
അപ്പോൾ ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് കാറ്റീസം. എൻ്റെ ക്ലാസ്സിലെ മക്കൾ ഞാൻ എത്തുന്നതിന് മുമ്പ് ക്ലാസ്സിൽ കയറി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ പക്ഷേ അതൊരു മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കുറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു 10, +1, +2 ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടികളെ കിട്ടാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ബൈബിൾ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്കവിടെ കുട്ടികളേ ഇല്ല. പക്ഷേ എന്നാൽ നമുക്ക് ഇടവുകളിൽ ഈ യൂത്തായിട്ടുള്ള കുട്ടികളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഏജിൽ കുട്ടികളില്ലാത്തതുകൊണ്ടല്ല, അവരുണ്ട്. അവർ ബാക്കിയുള്ള എല്ലാ പരിപാടികളിലും, പള്ളിയിലെ എല്ലാ പരിപാടികളിലും അവർ ആക്റ്റീവാണ്. വിളിച്ചാൽ അവർ വരും, പങ്കെടുക്കും. പക്ഷേ കാറ്റീസം പഠിക്കുന്ന കാര്യത്തിൽ ചെറിയൊരു ഇതുണ്ട്, താല്പര്യമില്ലായ്മ. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നത് അവരുടെ വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ടുകളാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനു മുമ്പും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കാറ്റഗിസ് ആയാലും യൂത്ത് ആയാലും യുവജന ഇത് പ്രവർത്തനങ്ങളൊക്കെ ആയാലും അത് ജോലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ പഠനത്തിനൊക്കെ വേണ്ടി അത് എനിക്ക് തോന്നുന്നു മാതാപിതാക്കളുടെ സപ്പോർട്ടോട് കൂടി മാറ്റി വയ്ക്കുന്ന ഒരു കാലഘട്ടം തോന്നുന്നുണ്ട് ഇല്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? അതായത് ഈവൻ കാറ്റഗിസിലായാലും അത് പഠിക്കേണ്ട, നമുക്ക് സ്കൂളിൽ പഠിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ യുവജനങ്ങളുടെ ഒരു പ്രവർത്തനങ്ങൾക്ക് പോകണമെന്ന് പറയുമ്പോൾ അത് പോകണ്ട, നീ അവിടെ പഠിക്കുക, അല്ലെങ്കിൽ ജോലി പറ്റണല്ലോ, എനിക്ക് എൻ്റെ ജോലി പോകണം, എനിക്ക് പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി നിൽക്കാൻ സമയമില്ല എന്ന് പറയുന്ന യുവജനങ്ങൾ. ഈ രണ്ടും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ യുവജനങ്ങൾ പ്രസ്ഥാനം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയല്ലേ? പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. കാരണം നമ്മുടെ എല്ലാ ഇടവകളിലും ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് പള്ളി. അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ആദ്യം ട്യൂഷന് പോവാം, രാവിലെ ട്യൂഷന് പോയിട്ട് ബാക്കിയുള്ള സമയത്ത് കുർബാന നടക്കിലോ അല്ലെങ്കിൽ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പല പിള്ളേരും ഇപ്പോഴും പല പിള്ളേരും പള്ളിയിൽ എത്തുന്നത്. ഇപ്പം നമ്മൾ കാണുന്നതാണ്. നമ്മൾ പള്ളിയിരിക്കുന്ന നമ്മുടെ പള്ളിയിൽ നമ്മുടെ മുമ്പിൽ പിള്ളേർ അവിടെ വരുന്നതും അവിടെ പുറത്ത് നിൽക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. അവർ ട്യൂഷൻ കഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പം എല്ലാ കുർബാനയ്ക്ക് പോലും വരുന്നത്. എന്നിട്ട് പോലും പല ആൾക്കാരും കുർബാന സ്വീകരിക്കുന്ന പോലും ഉണ്ട്. അതായത് മുഴുവൻ കുർബാന പങ്കെടുക്കാതെ കുർബാന സ്വീകരിക്കുന്ന പിള്ളേരും ഉണ്ട് ഇപ്പോൾ. അപ്പം അങ്ങനെ അതിപ്പോൾ മാതാപിതാക്കൾക്ക് അറിയാം, അവരും ആ സപ്പോർട്ടാണ്. കാരണം പല മാതാപിതാക്കാരും അവർ വരുന്നതും ആ സമയത്താണ്. അങ്ങനെയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ മുതിർന്നവർ കണ്ടിട്ടാണല്ലോ നമ്മൾ പിള്ളേർ പഠിക്കുക സാധാരണ. അപ്പം അവരെന്താണോ ചെയ്യുന്നത് അവരും തല തിരിഞ്ഞ് ചെയ്യുമ്പോൾ പിള്ളേരും അതുപോലെ തന്നെ ആയി പോവുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പല പിള്ളേരും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ട്യൂഷനും അവരുടെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പല കുട്ടികൾ ക്യാമ്പിന് വരെ, ക്രിക്കറ്റ് ക്യാമ്പ്, നമ്മൾ സ്പോർട്സ് ഞങ്ങളൊക്കെ എല്ലാവർക്കും വേണം, നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും വേണം. പക്ഷേ നമ്മുടെ ആധ്യാത്മിക നമ്മുടെ ഒരു പ്രാർത്ഥന രീതി, നമ്മൾ ഞായറാഴ്ച ഒരു ദിവസമല്ലേ ഉള്ളൂ പള്ളിയിൽ പോകണം രാവിലെ, അത് കറക്റ്റായിട്ട് മുടങ്ങാതെ പോകാമെന്ന് തന്നെ ഒരു ക്രൈസ്തവൻ്റെ ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുപോലും പല ആൾക്കാരും ഇപ്പം തെറ്റിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുണ്ട്, ടീച്ചേഴ്സ് 2 പേരുണ്ട്, MBA പഠിക്കുന്ന ഒരാളുണ്ട്. നിങ്ങളിപ്പോൾ ചെറിയ മറ്റേ ഇടവകയും തുടങ്ങി ഇപ്പോൾ രൂപതയുടെ നേതൃത്വത്തിൽ വന്ന് നിൽക്കുകയാണ്. ഈ പറഞ്ഞ ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എൻ്റെ ജോലി മേഖലയിൽ അല്ലെങ്കിൽ എൻ്റെ പഠന മേഖലയിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളോ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഇന്നേ വരെ? രൂപതയിൽ നമ്മളിപ്പം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജോലി മേഖലകളിൽ യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പിന്നെ എല്ലാവരും സേവനവും പ്രവർത്തനവും പ്രാർത്ഥനയും എല്ലാമാണ്. അപ്പോൾ ജോലി കാര്യങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരു കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും അനുഭവം, എന്തെങ്കിലും പ്രത്യേകിച്ച് ഞാനിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു പക്ഷേ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, സഭയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, സഭയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മാറ്റി വയ്ക്കുന്ന, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ രൂപതയുടെ എല്ലാ യുവജനങ്ങളും പ്രതിനിധീകരിച്ചാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജോലിയൊക്കെ മാറ്റി വെച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ലീവൊക്കെ എടുത്തിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്ന, ഇത് വിശ്വാസ പ്രഘോഷണം മാറ്റി വയ്ക്കുന്ന സമയം പോലും നമ്മുടെ ജീവിതത്തിൽ ദൈവം പിന്നീടൊരു നേട്ടമായിട്ട് നമുക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ പള്ളിയിലും കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് ആൾക്കാരെ ചീത്ത വിളിച്ചിട്ടുണ്ടാവും, നീ പള്ളിയിൽ പോയി കിടക്കുന്ന എന്തിനാടാ, ഇത്ര സമയം എന്തിനാടാ പള്ളിയിൽ പോകേണ്ടി കളഞ്ഞെന്നൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ദൈവം ഒരു എന്താ പറയുക മുതൽക്കൂട്ടായിട്ട് മാറ്റിയിട്ടില്ല ഈ ഒരു കാലഘട്ടം വരെ? ഇനി ഉള്ളതല്ല ഞാൻ പറഞ്ഞു, ഇതുവരെ ആറ്റിയിട്ടില്ലേ? അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. നമുക്കിപ്പം ഈ യുവജന പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്ന കാലം മുതൽ ഇതിൽ വർക്ക് ചെയ്യുന്ന, ഈ ഒരു യൂത്ത് പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് നഷ്ടങ്ങളല്ല, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം തന്നെ ഏറ്റവും വലിയ നേട്ടം ഫ്രണ്ട്സാണ്. ഈ ഒരു യൂത്ത് സിസ്റ്റത്തിൽ വന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇടവകയിലല്ലാതെ പുറത്തെ ഇടവകകളിൽ നമുക്ക് ഒരുപാട് ഭീകരമായൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആ സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്കവരെ വിളിച്ചാൽ എടാ ഞാൻ വരുന്നുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ വരും, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഇതിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു ഗുണമാണ്. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ്, നമ്മൾ
പെട്ടെന്നായിരിക്കും നമ്മളോട് ഇപ്പോൾ ഒരു കാര്യം നമ്മളൊരു പ്രവർത്തനം ഒരു സംഘടനയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ ആനിമേറ്ററോ മോനത് ചെയ്യണം, എടാ ഇത് റെഡി ആയിട്ടില്ല, പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്താണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ആ എക്സ്പീരിയൻസ് നമുക്ക് ലൈഫിൽ വലിയൊരു മുതൽക്കോട്ടാണ്. കാരണം ഈ ഒരു ചെറിയ പ്രായത്തിനിടയിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭാവിയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വന്നാലോ അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്കത് ഫേസ് ചെയ്യാനും ഉള്ളൊരു ധൈര്യം നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ദൈവം തരുന്ന വലിയൊരു അവസരമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജോലി മേഖലയിൽ ഇതിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഈ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് ജോലിയിൽ അതൊരു മുതൽക്കൂട്ടാവുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ താമരശ്ശേരി ആയിരുന്നു ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തത്. അപ്പോൾ ഒരു കഴിഞ്ഞ 2 മാസം മുമ്പ് വേറെ 1.5 കൊല്ലം താമരശ്ശേരിയാണ് വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് ഇത്തരം നമ്മുടെ സംഘടനകളിലും പ്രവർത്തിക്കുന്ന സമയത്ത് എൻ്റെ ജോലി സ്വഭാവം വെച്ചിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരോട് സംസാരിക്കേണ്ടതായിട്ടും പല ആൾക്കാരെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് അതായത് നമ്മളിപ്പോൾ റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചെടുത്തിട്ട് അവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം നമ്മളിപ്പം സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റവരോട് സംസാരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് ഇപ്പോൾ പരിചയമുള്ള ആൾക്കാരോടായിട്ട് നമ്മൾ സംസാരിക്കും. ഇപ്പോൾ പള്ളികളിൽ ഇപ്പം ഒരു മീറ്റിംഗ് നടക്കുക, അപ്പോൾ നമ്മൾ CLC മേഖല മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പള്ളിയിലെ ഇടവക ജനങ്ങളും നമ്മുടെ പള്ളിയിലെ യൂത്ത് മെമ്പേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരോടായിട്ട് കുറച്ചുകൂടി നമുക്ക് അറിയാൻ പറ്റും. കാരണം അവരൊക്കെ നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അപ്പോൾ എൻ്റെ ജോലി കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പരിചയപ്പെടുന്നതും സംസാരിക്കുന്ന ആൾക്കാർ എനിക്ക് ഒരു ബന്ധമുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അവരോട് സംസാരിക്കാനും അവരോട് കോൺഫിഡൻ്റ് ആയി നിൽക്കാനും പറ്റുന്നത് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ അവരോട് ഇൻറ്ററാക്ട് ചെയ്ത ആ ഒരു രീതിയിലൂടെയാണ് എനിക്ക് അവരോടും ബാക്കിയുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കാനും അവരുടെ മുമ്പിൽ ഒരു കോൺഫിഡൻറ്റോടെ നിൽക്കാനും പറ്റുന്നത്. അതെനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. ഓക്കെ, നമ്മൾ പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മൾ ഈ യുവജന പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളിപ്പോൾ രൂപത ലീഡേഴ്സ് ആയതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ ഈ കോഴിക്കോട് രൂപതയിലെ എല്ലാ യുവജനങ്ങളും പ്രതിനിധീകരിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നത്. നമ്മുടെ ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഇടവക കേന്ദ്രീകരിച്ച് മാത്രമായി മാറുന്നുണ്ടോ? നമ്മൾ ശരിക്കും അങ്ങനെ നിൽക്കേണ്ടതാണോ? ഈ ഒരു KCYM ആയിക്കോട്ടെ, CLC, ഓക്കെ, ജീസസ് യൂത്ത്, എല്ലാവരും അവരുടെ മേഖലകളാണ്. പക്ഷേ ഇതെല്ലാം ഒരു ഇടവകയിൽ, അതായത് ഒരു ഈസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഉയർപ്പിൻ്റെ വയ്ക്കാനായിട്ട് യുവജനങ്ങൾ, ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ പുൽക്കൂട് പണിയണം, പിന്നെന്താ പള്ളിയിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതിനൊക്കെ യുവജനങ്ങൾ. ഇതാണ് ഒരു യുവജനത്തിൻ്റെ പ്രത്യേകത. അതായത് ഒരു പള്ളിയുടെ 4 ചുവരിൻ അല്ലെങ്കിൽ 4 മതിൽക്കെട്ടിനുള്ളിലാണ് യൂത്ത്. ഒരുപക്ഷെ അങ്ങനെ തന്നെ നമ്മുടെ യൂത്തായി മാറുന്നുണ്ട്. ആ മതിൽക്കെട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ യുവജനത്തിൻ്റെ ഈ പള്ളിയുടെ യൂത്തിൻ്റെ പ്രസിഡൻ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ആ അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ മാറാൻ പാടുണ്ടോ? ഇങ്ങനെ ആയി നിൽക്കേണ്ടതാണോ ഒരു യുവജന പ്രസ്ഥാനം? നമ്മുടെ ഇപ്പോൾ കോഴിക്കോട് രൂപതയിലെ ഇടവകകളിൽ യൂത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രൂപതയിൽ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ യുവജനങ്ങൾ ഭാഗമാണ്. നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ യുവജന സമിതിയുടെ കീഴിൽ എല്ലാ യൂത്ത് ഗ്രൂപ്പുകളും ഒന്നിച്ചിട്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളങ്ങനെ ഇടവകകളിൽ ഒതുങ്ങി നിൽക്കുന്ന വളരെ ചുരുക്കം യുവജനങ്ങളുണ്ട്. നമുക്ക് നിഷേധിക്കാനാവാത്ത സത്യം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാവുന്ന യുവജനങ്ങളുണ്ട്. രൂപത തന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട്. ഈ റീസെൻ്റ്ലി തന്നെ രൂപത യുവജനങ്ങൾക്ക് വേണ്ടി നടത്തിയൊരു പരിപാടിയാണ് ചിറക്. ഒരു വലിയ വിജയമായിരുന്നു. കാരണം രൂപതയിലെ അത്യാവശ്യം എല്ലാ യൂത്തും പങ്കെടുത്ത് യുവജനങ്ങളും ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മുടെ ഒരു യുവജനങ്ങൾ ഇടവകയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറത്ത് സാമൂഹികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇപ്പം നമ്മുടെ രൂപതയിലെ ചില ഇടവകകൾ ഈസ്റ്ററിനൊക്കെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ രൂപതയിലെ അല്ലെങ്കിൽ നമ്മുടെ മേഖല തിരിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വേളാങ്കണ്ണിയിലേക്ക് ഒരു തീർത്ഥാടന യാത്രയൊക്കെ നമ്മുടെ രൂപതയിലെ യുവജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം യുവജനങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ടും ഇടവകയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ആവശ്യമുള്ള സമയങ്ങളിൽ രൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർ തയ്യാറാണ്, പ്രവർത്തിക്കേണ്ടതാണ്. ഓക്കെ, സിസ്റ്റർ ആനിമേറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഈ ഒരു വിഷയം. അതായത് ഇടവകളിൽ മാത്രം പ്രവർത്തിക്കേണ്ടതാണോ? അതായത് നമ്മുടെ ഈ ഒരു രൂപതയുടെ ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചില നിയമങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മാറ്റേണ്ടത് കാലഘട്ടത്തിലൂടെ അല്ലേ ഇപ്പം നമ്മൾ പോകുന്നത്? ഞാനൊക്കെ ജനിച്ചു വളർന്ന കാലവും ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ജനിച്ച് വളർന്ന കാലമൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. കാലവും അതിൻ്റെ കോലവും മാറിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മാധ്യമത്തിൻ്റെ ഒരു വലിയൊരു സംസ്കാരമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്. ഫോണില്ലാത്തൊരു കുട്ടിയില്ല.
ഇപ്പോൾ എനിക്കറിയാത്തത് പോലും ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് അറിയാമെന്ന് ആ ഒരു ഇതിലേക്കാണ് ലോകം വളരുന്നത് തന്നെ. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു നമ്മുടെ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് നമ്മുടെ ഒരു കോഴിക്കോട് രൂപതയെ സംബന്ധിച്ച് എല്ലാവരും ചെയ്യുന്നുണ്ട്, ചെയ്തില്ല എന്ന് പറയില്ല. പക്ഷെ അത് ഇപ്പം ചോദിച്ചതുപോലെ എത്രമാത്രം ആക്റ്റീവ്, എത്രമാത്രം അത് പ്രചോദിതമാവുന്നു എന്നുള്ളതാണ് സത്യം. സമൂഹത്തിൽ എത്രമാത്രം അത് ഉപയോഗപ്രദമാവുന്നു ആ രീതി വരുമ്പോൾ ആകെ നമ്മൾ ചെയ്തത് ഒരു പ്രതിഷേധങ്ങൾ മാത്രമാണ്. മണിപ്പൂരിന് വേണ്ടി പ്രതിഷേധിക്കുക, അതിന് കലാപം, പിന്നെ വിഴിഞ്ഞം, അതിന് അവരുടെ ആ ജനങ്ങളോടൊപ്പം നിന്നുള്ള പ്രതിഷേധം, പിന്നെ മണിപ്പൂരിന് വേണ്ടി നമ്മളൊരു 60,000 അടുത്ത് രൂപ യുവജനങ്ങൾ സംഘടിപ്പിച്ച് ഒരു കൈത്താങ്ങായി നൽകി അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കത് ഏറ്റവും കൂടുതൽ നമ്മൾ യുവജനങ്ങൾ വരുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയം. കാരണം ഇന്ന് ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നൊരു മേഖലയാണ്. ശരിക്കും നമുക്കും ഒരു ഇലക്ഷൻ അടുക്കുമ്പോൾ നമുക്കും അറിയില്ല ആര് ജയിക്കും ആര് തോക്കും, നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് ഒരു ചോദ്യം നമുക്കില്ലേ. അത് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. കാരണം നമുക്ക് എന്ത് ഫേസ് ചെയ്യണം വിശ്വാസമുണ്ട്. വിശ്വാസത്തിൻ്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് പേടിയില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തെ നിലനിൽപ്പ്, വരും തലമുറയുടെ ഒരു നിലനിൽപ്പും നമ്മുടെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെയൊക്കെ അടിത്തറ ഇളകുന്നില്ലെന്ന് സംശയമില്ലേ. അവിടെ നമുക്ക് ലവ് ജിഹാദ്, ഇൻ്റർ റിലീജിയസ് മാരേജ്, ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ നടക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ജോലി തേടി പോകുന്ന യുവജനങ്ങൾ, സ്വന്തം നാട്ടിൽ നിലയുറപ്പിക്കാത്ത അവരെന്ത് ചെയ്യുന്നു, വിദേശത്ത് പോയി ഫാമിലി സെറ്റിലാവുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് കുറേ പാരൻസ് മാത്രമേ ഉള്ളൂ, പ്രായമായ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ, വലിയ വീടുകളും. ഇപ്പോൾ സമൂഹം വിശ്വാസമൊക്കെ മാറി നശിച്ചുകൊണ്ട് ഉണ്ട്, ഇല്ല ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ നിൽക്കുന്ന ഇടം ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാലിനടിയിലൂടെ മണ്ണ് വഴുതി നമ്മൾ അറിയുന്നില്ല അല്ലേ. നമ്മുടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വന്തം രൂപ ട്രിവാൻഡ്രം ഡയസസാണ്, തിരുവനന്തപുരം ഡയസസാണ്. ഞാൻ വളർന്ന ഒരു മത്സ്യത്തൊഴിലാളി. എൻ്റെ അപ്പൻ കടലിൽ മീൻ പിടിക്കാൻ പോകും. ഇപ്പം കടലിൻ്റെ പ്രത്യേകത നമ്മൾ വിചാരിക്കുന്നറിയാവോ, ഞാൻ നിൽക്കുന്നിടത്ത് മണ്ണുണ്ടെന്നാ. പക്ഷേ ഓരോ പ്രാവശ്യം തിര വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ, ഞാൻ നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോവുകയാണ്. കുറേ കഴിയുമ്പോഴാണ് എൻ്റെ കാലിങ്ങനെ. അപ്പം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി അതുപോലെ എന്താണ് നമ്മുടെ സമൂഹം എവിടെയോ എല്ലാത്ത രീതിയിൽ എത്തിത്തുടങ്ങിയെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയൊക്കെ വന്നത് തന്നെ. മാധ്യമങ്ങൾ നമ്മൾ അതിനോട് ഉപയോഗിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ അതിന് ഉണരണം. അതേസമയം നമ്മുടെ രൂപത കലാപരമായ കുറേ പ്രവർത്തനങ്ങൾക്ക് വഴി കൊടുക്കുന്നുണ്ട്. പാക്സ് കമ്മ്യൂണിക്കേഷൻ, അവിടെ യൂത്ത് ബാൻഡ് ഉണ്ട്, നിങ്ങൾക്കറിയാമോ? ക്ലാരൻസ് സെൻ്ററുടെ ഭാഗമാണ് യൂത്ത് ബാൻഡിൻ്റെ. അപ്പോൾ ഞാനും ഞങ്ങൾ സിസ്റ്റേഴ്സ് ബാൻഡും ഉണ്ട്, എൻ്റെ ഒരു ആനിമേറ്റർ ഞാനും കൂടിയാണ്. അപ്പോൾ യൂത്ത് ബാൻഡിൻ്റെ അപ്പോൾ അവിടെ നമ്മുടെ രൂപതയിലെ ഒത്തിരി സ്കിൽഫുള്ളായി കലാവൈഭവമുള്ള ഒത്തിരി യൂത്തുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്ന, പിന്നെ മീഡിയ, സ്റ്റുഡിയോ, ആ രീതി വർക്ക് ചെയ്യുന്ന ഒത്തിരി വിഭജനങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ അഭിമാനമാണ്. അതേസമയം പൊളിറ്റിക്സ് നമ്മൾ മാറ്റിവെച്ചൊരു സബ്ജക്റ്റായിരുന്നു. നമ്മളത് നമ്മുടെ ജീവിതത്തിൻ്റെ പഠനത്തോടൊപ്പം ഒരു വിഷയമാക്കി മാറ്റണം. നമ്മൾ സയൻസ് മാത്സ് പഠിക്കുന്നത് പോലെ തന്നെ രാഷ്ട്രീയം ഒരു വിഷയമായി പഠിക്കേണ്ട അവസരമായി. എനിക്കൊന്നും അത് നമ്മൾ ഇനി കതിരയിൽ വളം വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ തുടങ്ങാൻ സമയമായി. നമ്മുടെ സ്കൂൾ സിലബസ് മാറിയില്ലേ. ഉദാഹരണം ഞാൻ പറയുകയാണ്, നമ്മുടെ സ്കൂളിലെ സിലബസ് മാറിയപ്പോൾ, ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ നമ്മുടെ ഇതിൽ എത്രമാത്രം സ്വാധീനം നമുക്ക് ചെലുത്താൻ പറ്റി? ആരെങ്കിലും പങ്കെടുത്തോ? എനിക്ക് സംശയമുണ്ട്. ആരെങ്കിലും ഒരു യുവജനത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ആ ഒരു ഇതിലേക്ക് സിലബസ് നവീകരണം വന്നപ്പോൾ നമ്മൾ ആരെങ്കിലും പങ്കെടുത്താൽ നമുക്കറിയാവോ? അധ്യാപകർ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഒരാളുണ്ടായിരിക്കും. പക്ഷെ അവിടെ പോലും നമ്മുടെ പണ്ടൊക്കെയാണെങ്കിൽ ആരായിരുന്നു പുസ്തകം ഉണ്ടാക്കാൻ നിന്നത്? നമ്മളല്ലായിരുന്നു. പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അത് പള്ളിയും പള്ളിക്കൂടമൊന്നും ഇല്ലാതെയായി. അതിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ മാറി. അതൊരു മതപരമായ രീതിയിലേക്ക് മാറുന്നില്ലേ? അതൊക്കെ മാറേണ്ട സമയം. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നത്. കോഴിക്കോട് രൂപയിൽ എത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു? പല കാര്യങ്ങളുടെ പേരിൽ, തട്ടയിടുന്നതിൻ്റെ പേരിൽ, പർദ്ദയുടെ പേരിൽ, അഡ്മിഷൻ. പക്ഷേ അവർക്ക് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ വേണ്ടേ? അഡ്മിഷൻ വേണം. പക്ഷേ അവർക്ക് നമ്മുടെ സ്കൂൾ നിയമങ്ങൾ, നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണ സ്കൂൾ നിയമങ്ങൾ പലപ്പോഴും പാലിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നില്ലേ? അതൊരു വലിയൊരു അപകടം മുന്നിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെയാണ് ആ ഒരു വിഷയം. നമ്മുടെ യുവജന പ്രസ്ഥാനം ഇടവകയിൽ വേണം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇടവകയിൽ നിന്നുകൊണ്ട്
പക്ഷെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തെ വിഷയങ്ങളിൽ ഇടപെട്ട് ഒരു സ്ട്രോങ് സൗണ്ടായിട്ട് യുവജനങ്ങൾ മാറേണ്ട ഒരു ആവശ്യകത ഈ കാലഘട്ടത്തിൽ വളരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? നിങ്ങൾക്ക് അല്ല, യുവജനങ്ങളായി നിങ്ങൾക്ക് ശരി തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. അതുപോലെ പബ്ലിക് സ്പീക്കിങ്ങും നമ്മൾ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒതുങ്ങിക്കൂടാണ്. അപ്പോൾ അതിനോട് ലീഡർഷിപ്പ് ക്യാമ്പ്സ് അങ്ങനത്തെ ഓരോന്നും നമുക്ക് അവയർനെസ് പബ്ലിക്കിന് കൊണ്ടുവരാണെങ്കിൽ യുവജനങ്ങൾക്ക് ഉയർന്നു വരാനുള്ള കുറേ തീർച്ചയായിട്ടും എനിക്കൊന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു യുവജന സംഘടന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെവൽ നമുക്കുണ്ട്. പക്ഷേ നമുക്ക് വോയിസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. നമ്മുടെ നേതാക്കന്മാരുണ്ട്. നമ്മൾ നമ്മുടേതായ ഉള്ളിൽ ഒരുപക്ഷെ രൂപതയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഫൊറാനയുടെ ഉള്ളിൽ ഒരു മേഖലയുടെ ഉള്ളിൽ മാത്രം കിടന്ന് നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നുമില്ല, ആരുമില്ല, എവിടെയുമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് യുവജനങ്ങൾ മാറുന്നു എന്നുള്ളത് വിളിച്ചില്ലേ.